അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 11th വീക്കിലേക്ക് കടന്നിരിക്കുകയാണ്. വെറും 30 ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതായത് ഒരു മാസം മാത്രം. ഇനിയുള്ള ഓരോ ദിവസം എന്ന് പറയുന്നത് വീറും വാശിയൊക്കെ നിറഞ്ഞൊരു പോരാട്ടം നടക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ 11th വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് സിഗ്നേച്ചർ ടാസ്ക്കായ റാങ്കിങ് ടാസ്കിലൂടെയാണ്. നമുക്കറിയാം ബിഗ് ബോസ് സീസണിലെ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ടാസ്കുകളാണ് റാങ്കിങ് ടാസ്ക്, അതുപോലെ പണപ്പെട്ടി ടാസ്ക്. ഇതൊക്കെ മത്സരാർത്ഥികൾ ഏറ്റവും കണ്ണിങ്ങോടെയും വാശിയോടെയൊക്കെയും സമീപിക്കുന്നത് കൊണ്ടാണ് ഈ ടാസ്കുകൾക്ക് ഇത്രയും അക്സെപ്റ്റൻസ് ലഭിച്ചത്. മാത്രമല്ല ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് നടക്കാൻ സാധ്യതയുള്ള ഒന്നുകൂടിയാണ് ഈ ടാസ്കുകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രധാന സംഭവം അല്ലെങ്കിൽ ഹൈലൈറ്റ് ഈ റാങ്കിങ് ടാസ്ക് ആണ്. പലപ്പോഴും വാശിയേറിയ ഫൈറ്റിലേക്ക് വരെ എത്താറുള്ള ടാസ്ക് ആയതുകൊണ്ട് തന്നെ പല മത്സരാർത്ഥികളുടെയും ഉള്ളിലിരിപ്പ് വരെ ഈ ടാസ്കിലൂടെ പുറത്താകാറുണ്ട്. എല്ലാ സീസണുകളിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനുകൾക്ക് കൂടുതൽ പേരെ അവകാശവാദം ഉന്നയിക്കുന്നതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള വാക്പോരാണ് ഇവിടെ നടക്കാറുള്ളത്. ഈ സീസണിലും അതുപോലെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ഒന്നാം സ്ഥാനത്തിനായി 5 പേരാണ് ഈ സീസണിൽ മത്സരിച്ചത്. ജിൻഡോ, നന്ദന, അപ്സര, അഭിഷേക്, സിജോ. ഇത് ഈ ഒരു പൊസിഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് എന്താണ് കാരണം എന്ന് പറയാം. അതായത് ഈ ഒരു പൊസിഷനിലേക്ക് എത്താനുള്ള യോഗ്യത എന്താണെന്ന് പറയണം. നന്ദന പറയുന്നുണ്ട്, വീട് വേണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്നത്, അത് എനിക്ക് പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്നാണ് നന്ദന ഫസ്റ്റ് പൊസിഷൻ സെലക്ട് ചെയ്ത് പറഞ്ഞത്. ഇനി ജിൻഡോയാണെങ്കിൽ വന്ന ആദ്യ ദിവസം മുതൽ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത്. ഒരു വാർണിംഗ് ലഭിച്ചതിന് ശേഷം നന്നായെന്നും അതുകൊണ്ട് അർഹനാണെന്നാണ് ജിൻഡോ പറഞ്ഞത്. സിജോ ആണെങ്കിൽ മൈൻഡ് ഗെയിം ഫോക്കസ് ചെയ്താണ് കളിക്കുന്നത്, ഈ ഷോയ്ക്ക് അതാണ് ആവശ്യം. അതുപോലെ അപ്സരയാണെങ്കിലും ആക്റ്റീവാണ്. ഇനി അഭിഷേക് ആണെങ്കിലും ബഹളം വെക്കലല്ല ബിഗ് ബോസ്, ആവശ്യത്തിന് പ്രതികരിക്കുന്നതും ഫിസിക്കൽ ടാസ്ക് കളിക്കലുമാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ 5 പേരെ ഫസ്റ്റ് പൊസിഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അവരുടേതായ ഭാഗങ്ങൾ വിശദീകരിച്ചത്. ഓരോരുത്തരും ഓരോ പൊസിഷനിൽ നിൽക്കാനുള്ള യോഗ്യത പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതിനെ ഓപ്പോസിറ്റ്, അതായത് എതിർക്കാനുള്ള ഒരു ഓപ്ഷൻ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ എതിർത്തത് നന്ദനേനെയായിരുന്നു. കാരണം വീട് പണിയലും അതുപോലെ പൈസ ലഭിക്കലും അല്ല ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കാനുള്ള യോഗ്യതയായി പറയേണ്ടത്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നാണ് ഭൂരിഭാഗവും ഈ നന്ദന പറഞ്ഞ കാര്യങ്ങളെ ഓപ്പോസ് ചെയ്ത് പറഞ്ഞത്. അത് മാത്രമല്ല ജിൻഡോ പറയുന്നുണ്ട്, നന്ദന പണപ്പെട്ടി ടാസ്ക് വന്നു കഴിഞ്ഞാൽ കിട്ടിയ പൈസ എടുത്ത് പുറത്തു വന്ന്. ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതോടുകൂടി സംഭവം മൊത്തത്തിൽ വഷളായി. കാരണം മെജോറിറ്റി ആൾക്കാരും ഈ ഒരു പണപ്പെട്ടിക്കായി നിൽക്കുന്ന ഒരാൾ ഫസ്റ്റ് പൊസിഷന് വേണ്ടി മത്സരിക്കേണ്ടില്ലെന്ന്, അതുപോലെ അയോഗ്യയാണെന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം പണപ്പെട്ടി ടാസ്കിൽ മത്സരിക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കേണ്ട യോഗ്യത ഇല്ലെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരതിനെ എതിർക്കുന്നത്. ജിൻഡോയുടെ കാര്യത്തിലായാലും ഒരു വാർണിങ്ങിന് ശേഷം നന്നായി എന്നതല്ല ഫസ്റ്റ് പൊസിഷനിൽ എത്താനുള്ള യോഗ്യത, അതുപോലെ മൈൻഡ് ഗെയിം ആണ് വേണ്ടത് എന്നൊക്കെ സിജോ പറയുന്നുണ്ട്. സിജോയുടെ കാര്യത്തിലും ഒട്ടും ആക്റ്റീവ് അല്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അഭിഷേകിന് ഒട്ടും യോഗ്യതയില്ല എന്നിങ്ങനെയെല്ലാം പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. സെക്കൻഡ് പൊസിഷനിലേക്ക് നോറയാണ് ഫസ്റ്റ് മത്സരിക്കുന്നത്. ഫസ്റ്റ് പൊസിഷനിലേക്ക് 5 പേരുണ്ടെങ്കിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് നോറ മാത്രമാണ് മത്സരിച്ചത്. നോറ പറയുന്നുണ്ട്, നിലപാടുകൾ തുറന്നു പറയുന്ന വ്യക്തിയാണ്, ഓരോ ദിവസം കഴിയുന്തോറും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫിസിക്കൽ വീക്ക്നെസ് ഉണ്ടായിട്ട് പോലും നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ ഇതിനെ മൊത്തത്തിൽ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇമോഷണൽ ഡ്രാമ ഫോളോ ചെയ്താണ് നോറ ഇത്രയും ദിവസം വീട്ടിൽ നിന്ന്. മെജോറിറ്റി ആളുകളും നോറയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ എതിർത്തിരുന്നു. കാരണം ഇമോഷണൽ ഡ്രാമ എന്നൊരു രീതിയിലാണ് നോറ മുൻപോട്ട് പോയിരുന്നതായിരുന്നു ഭൂരിഭാഗം പറഞ്ഞിരുന്നത്. ആകെ റെസ്മിൻ മാത്രമാണ് നോറയെ സപ്പോർട്ട് ചെയ്തത്. നോറ മാക്സിമം എഫേർട്ട് എടുത്ത് ഗെയിം കളിക്കുന്നുണ്ടെന്നൊക്കെയാണ് റെസ്മിൻ പറഞ്ഞത്. നമുക്കറിയാം ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലാണ് ഈ പറഞ്ഞത്. അല്ലാത്ത പക്ഷം റെസ്മിൻ നോറയെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തേർഡ് പൊസിഷനിലേക്ക് അർജുനാണ് മത്സരിച്ചത്. ജെനുവിനായി ഗെയിം കളിക്കുന്നത് എന്നാണ് ഒരു റീസൺ ആയി അർജുൻ പറഞ്ഞത്. ജാസ്മിൻ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത്. കാരണം വല്ലപ്പോഴും പ്രതികരിക്കണമല്ലോ എന്ന് കരുതിയാണ് പ്രതികരിക്കുന്നത്, അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല, പറയത്തൊക്കെ ആക്റ്റീവ്നെസ് ഒന്നും അർജുന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഈ ജാസ്മിൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ ഗബ്രിയുടെ ഒരു വിഷയം കണക്ട് ചെയ്ത് ആ രീതിയിലാണ് അർജുൻ നോക്കിക്കണ്ടത്. സത്യത്തിൽ ജാസ്മിൻ കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. അർജുൻ ആ വീട്ടിൽ ഒട്ടും ആക്റ്റീവ് അല്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ 1-2 സംഭവങ്ങളിൽ മാത്രമാണ് അർജുൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അതിൽ ഗബ്രീനെ കണക്ട് ചെയ്തിട്ട് അർജുൻ ഈ ഒരു വിഷയത്തെ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുപോലെ 5th പൊസിഷനിലേക്ക് ഋഷിയും ജാസ്മിനും ആണ് മത്സരിക്കുന്നത്. 6th പൊസിഷനിലേക്ക് സായി. ഇങ്ങനെയൊക്കെയാണ് കോമ്പറ്റീഷൻ നടന്നത്. 5th പൊസിഷൻ സെലക്ട് ചെയ്ത ജാസ്മിൻ പറയുന്നുണ്ട്, ഒന്നാം സ്ഥാനത്തിന് അർഹയല്ല, തന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇംപ്രൂവ് ചെയ്ത് ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തണമെന്നാണ് ജാസ്മിൻ ഈ ഒരു പൊസിഷൻ സെലക്ട് ചെയ്ത് പറയുന്നത്. പക്ഷെ അവിടെ ഋഷിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി 6th പൊസിഷനിലാണെങ്കിലും സായി വേഴ്സസ് ശ്രീതു വാക്പോര് നടക്കുന്നുണ്ട്. മാക്സിമം എഫേർട്ട് എടുത്ത് കളിക്കുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യാൻ ഒരു അവസരം നൽകണമെന്നാണ് സായി 6th പൊസിഷൻ സെലക്ട് ചെയ്ത് പറയുന്നത്. ശ്രീതു ആണെങ്കിൽ താൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കാറില്ല, ജെനുവിനായാണ് മുൻപോട്ട് പോകുന്നത് എന്നൊക്കെ. അവിടെ
അവിടെയും പച്ചക്കൊടി വീഴുന്നത് സായിക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു റാങ്കിങ് ടാസ്ക് നടന്നത്. ലാസ്റ്റ് ഫസ്റ്റ് പൊസിഷനിലെത്തുന്നത് അഭിഷേകാണ്, സെക്കൻഡ് ജിൻഡോ, തേർഡ് അർജുൻ, ഫോർത്ത് ശ്രീതു, ഫിഫ്ത്ത് ഋഷി, സിക്സ്ത് സായ്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നോറയ്ക്ക് 9, അതുപോലെ 10ാം സ്ഥാനമാണ് ജാസ്മിന് ലഭിക്കുന്നത്, 11ാം സ്ഥാനത്ത് സിജോ, 12 അപ്സര. സത്യത്തിൽ 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചവരെ ശരിക്കും അർഹതപ്പെട്ടവർ തന്നെ ആണോ എന്ന് നമുക്ക് തോന്നാം. ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് തോന്നിയിരുന്നു. ജിൻഡോ, നന്ദന, അപ്സര, അഭിഷേക്, സിജോ, ഇതിൽ തന്നെ ജിൻഡോ ഒഴികെ ബാക്കിയുള്ളവരെ ഇത്രയും ദിവസത്തിനുള്ളിൽ ടാസ്കിന്റെ ബേസിലായാലും ഓവറോൾ പെർഫോമൻസിന്റെ ബേസിലാണെങ്കിലും ആക്റ്റീവ് ആയിരുന്നു എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. വൈൽഡ് കാർഡായെത്തിയ നന്ദന, അഭിഷേക് കാര്യമായ കണ്ടന്റ് മേക്കിംഗ് ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല. റീ എൻട്രി നടത്തിയ സിജോയും കാട്ടുതീ എന്ന് സ്വയം വിശേഷിപ്പിച്ചു എന്നല്ലാതെ പറയത്തക്ക ഒരു ഓളമൊന്നും ആ വീട്ടിൽ ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. അപ്സര തുടക്കത്തിൽ ആക്റ്റീവ് ആയിരുന്നുവെങ്കിലും നിലവിൽ ഒതുങ്ങിക്കൂടിയ മട്ടാണ്. തമ്മിൽ ഭേദം ജിൻഡോയാണ്. ഈ ഒരു ഫസ്റ്റ് പൊസിഷനിൽ മത്സരിച്ചവരിൽ ഭേദം ജിൻഡോ മാത്രമാണ്. മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട്, ടാസ്കുകളിൽ ആക്റ്റീവാണ്. എല്ലാം കൊണ്ടും ഓവറോൾ പെർഫോമൻസ് നോക്കുമ്പോൾ ഈ ഒരു ഫസ്റ്റ് പൊസിഷനിൽ എത്താൻ യോഗ്യതയുള്ള ഒരാൾ ജിൻഡോ ആയിരുന്നു. അത്യാവശ്യം ആക്റ്റീവ് ആയവരൊക്കെ ലാസ്റ്റിലേക്ക് പിന്തള്ളപ്പെട്ടു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. കാരണം ജിൻഡോ ഒഴികെ ഒട്ടും ആക്റ്റീവ് അല്ലാത്തവരെ ആദ്യ സ്ഥാനങ്ങളിലെത്തി. അതാണ് സംഭവിച്ചത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭൂരിഭാഗവും പേഴ്സണൽ താല്പര്യങ്ങൾക്കും അതുപോലെ ഫ്രണ്ട്ഷിപ്പിനും വാല്യൂ കൊടുത്തിട്ടാണ് ഈ റാങ്കിങ് ടാസ്കിനെ കണ്ടത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ റാങ്കിങ് നൽകിയത്. സിജോ, സായ്, രസ്മിൻ, അർജുൻ ഇവരെല്ലാം ഈ ഒരു രീതിയിലാണ് മുൻപോട്ട് പോയത്. അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം അവരെ സപ്പോർട്ട് ചെയ്തു. ജാസ്മിൻ മാത്രമാണ് കൃത്യമായി ഈ ഒരു ടാസ്കിൽ പോയിന്റുകൾ പറഞ്ഞിരുന്നത്. ജാസ്മിൻ അഭിഷേകിനോട് പറയുന്നുണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്താൻ അഭിഷേക് അർഹനല്ലെന്ന്. അതിന്റെ റീസൺ കൃത്യമായി ജാസ്മിൻ പറയുന്നുണ്ട്. ടാസ്കിന്റെ ബേസിലായാലും ഓവറോൾ പെർഫോമൻസിന്റെ ബേസിലാണെങ്കിലും നിലവിൽ 1ാം സ്ഥാനത്തേക്ക് യോഗ്യനല്ല, ഭാവിയിൽ വന്നേക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ. ഈ അഭിഷേക് ആണെങ്കിൽ ജാസ്മിൻ ഒരു പുല്ലിന്റെ വില പോലും കൊടുക്കുന്നില്ല. എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് അഭിഷേക് പറയുന്നത്. സംഭവം എന്തൊക്കെ ആയിക്കോട്ടെ, ജാസ്മിൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമായിരുന്നു. വീട്ടിൽ ആരും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രം. ഈ ഒരു ടാസ്കിനിടയിലുണ്ടായ ജിൻഡോയുടെ വെളിപ്പെടുത്തൽ, അതായത് നന്ദന പണപ്പെട്ടി കിട്ടിയാൽ പോകുമെന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാവുന്നുണ്ട്. പ്രത്യേകിച്ച് സിജോ, സായ് ഇവർക്കിടയിൽ. നമുക്കറിയാം സിജോ, സായ്, നന്ദന ഇവർ 3 പേരും ഒരു കമ്പനിയാണ്. ഇവർ 3 പേർക്കിടയിൽ സംസാരിച്ച ഒരു ടോപ്പിക്ക് എങ്ങനെ ജിൻഡോ അറിഞ്ഞു എന്ന് സായ് സിജോയോട് പറയുന്നുണ്ട്. ഇനി നന്ദനയായിട്ട് ഒരു കണക്ഷനും ഇല്ല, നമുക്കിടയിൽ പറഞ്ഞൊരു കാര്യം പുറത്തു പറഞ്ഞു എന്നൊക്കെ. സത്യത്തിൽ നന്ദന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ജിൻഡോ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ പറയുന്നത്. കാരണം ആസ് യൂഷ്വൽ സംസാരിക്കുന്ന രീതിയിലാണ് ജിൻഡോയോട് നന്ദന ഈ ഒരു പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച് പറയുന്നത്. ജിൻഡോ കറക്റ്റ് ടൈം ആയപ്പോൾ അത് എടുത്ത് പുറത്തു പറഞ്ഞു. അതാണ് സംഭവിച്ചത്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഒറ്റ ടാസ്ക് കാരണം ബിഗ് ബോസ് വീട് ബാക്ക് ടു ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഫാമിലി വീക്കിന്റെ ഒരു ഓളത്തിലാണ് ബിഗ് ബോസ് വീട്ടിലെ കഴിഞ്ഞ ആഴ്ച കടന്നുപോയത്. മൊത്തത്തിലൊരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പറയത്തക്ക പ്രശ്നങ്ങളോ വഴക്കോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മത്സരാർത്ഥികളായാലും പ്രേക്ഷകരായാലും എല്ലാവരുടെയും ഫാമിലിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച ഒരു കോമ്പറ്റീഷൻ ഫീല് ഒട്ടും ഉണ്ടായിരുന്നില്ല. പേരിന് പറയാൻ മാത്രമായി ചെറിയ ടാസ്കുകൾ കൊടുത്തു എന്നല്ലാതെ കാര്യമായിട്ടുള്ള ഗെയിമുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വീക്കെൻഡ് എപ്പിസോഡും എവിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ല. ഈ റാങ്കിങ് ടാസ്ക് കഴിഞ്ഞതോടുകൂടി എല്ലാ മത്സരാർത്ഥികളും ബാക്ക് ടു ഗെയിം മോഡിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നോറ, ജാസ്മിൻ ഇവരൊക്കെ ഒരാഴ്ചയായി നോറയുടെ സൗണ്ട് പോലും കേട്ടിരുന്നില്ല. ഒരൊറ്റ ടാസ്ക് കഴിഞ്ഞതോടെ ആസ് യൂഷ്വൽ നോറ എണ്ണിപ്പറക്കൽ സ്വഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഗെയിമുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വഴക്കുകളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ എവിക്ഷൻ ഉണ്ടായിട്ടില്ല, അതുപോലെ വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടായിട്ടില്ല. ലാലേട്ടന്റെ പിറന്നാൾ സ്പെഷ്യൽ ഡേ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഒരുമിച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.